ഞാൻ മറ്റൊരു വീഡിയോക്ക് വേണ്ടിയിട്ടുള്ളൊരു പണിയിലാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ചന്ദ്രനെ പുലർത്തിയ കഥ ഒരു ചങ്ങാതി ഇൻസ്റ്റഗ്രാമിൽ റീൽ ചെയ്ത് കണ്ട്. അപ്പോൾ ജസ്റ്റ് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അതിൽ ആ പറയുന്ന ചേരമാൻ പെരുമാൾ എന്ന രാജാവ്, കേരളത്തിലുള്ള രാജാവ് കണ്ടു എന്നാ. ഈ രാജാവില്ലാതെ വേറെ ആരും അത് കണ്ടില്ല എന്നൊരു സംഭവം വേറെ ഉണ്ട്. ഇനി അത് പോട്ടെ, അതിലും അധികം വലിയ വേറൊരു വിഷയമുണ്ട്. ഈ രാജാവ് മുഹമ്മദ് നബി മരിച്ചിട്ട് ജനിച്ച മനുഷ്യനാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? ഈ രാജാവ് മുസ്ലിമായി എന്നൊക്കെ പറയുന്നത് മാലിക് ദിനാറിൻ്റെ കാലത്താണ്. മാലിക് ദിനാറൊന്നും മുഹമ്മദ് നബിനെ കണ്ട മനുഷ്യനൊന്നല്ല. അപ്പോൾ മാലിക് ദിനാർ കണ്ടില്ല എന്നിരിക്കെ പിന്നെ ഈ ചങ്ങായി എങ്ങനെ കണ്ട്? അതൊരു സംഗതിയല്ലേ. മാലിക് ദിനാറിൻ്റെ കാലം, ഈ പറയുന്ന രാജാവിൻ്റെ കാലം, ഇതൊക്കെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ മനസ്സിലാവും മുഹമ്മദ് നബിക്ക് ശേഷമാണ് ഇവരൊക്കെ ജനിച്ചത് എന്നുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെ ഇവരിത് കണ്ടു? ഇനി സമയത്തിൻ്റെ ഡയലേഷൻ വല്ലതും നടന്നോ? ടൈം ലൈനുകളുടെ ഡയലേഷൻ. പിന്നെ അതേപോലെ എന്നിട്ട് ഇവർ ടൈം ട്രാവൽ ചെയ്ത് മുഹമ്മദ് നബിയെ പോയി കണ്ടോ? ഇനി അതെല്ലാം പുതിയ സിദ്ധാന്തം ഇറങ്ങുമോ ഈ ഒരു കെട്ടുകഥ ബേസ് ചെയ്തിട്ട്? യെസ്, ടൈം ട്രാവൽ എക്സിസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിൽ വേറൊരു സംഗതി പറയാനുള്ള, ഈ ചന്ദ്രനെ പുലർത്തിയ കഥയിൽ തന്നെ ഈ പറയുന്ന ആള് മുഹമ്മദ് നബിയെ ചെന്ന് കാണുന്നത് മുഹമ്മദ് നബിയുടെ ഹിജറയ്ക്ക് ശേഷമാണ്. അങ്ങനെയല്ല, 629 അങ്ങനെ ഒരു ടൈം ലൈൻ അവിടെ പറയുന്നുണ്ട്. ഈ 629 എന്ന വീഡിയോയിൽ പറയുന്ന ടൈം ലൈൻ എപ്പോഴാണെന്ന് അറിയാം? മുഹമ്മദ് നബി ഹിജറ ചെയ്തതിന് ശേഷം. പക്ഷേ ഈ ചന്ദ്രനെ പുലർത്തിയുമായി ബന്ധപ്പെട്ട സംഗതികൾ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു സംഗതി, ചന്ദ്രനെ പുലർത്തിയ ഒരു സംഗതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംഗതി പറയപ്പെടുന്ന സമയം എന്ന് പറയുന്നത് 622 മുമ്പാണ്. AD 622 മുമ്പ്. അപ്പോഴും അവിടെ പൊരുത്തക്കേടുണ്ട്. പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇനി അതും പോട്ടെ. ഇവിടെ ഈ പറഞ്ഞ വൽക്കമറുൻ ഷക്കത്ത്, ചന്ദ്രൻ പിളർന്നു എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഒരു സൂറത്തുണ്ട്. ഇത് മക്കിയായ സൂറത്താണ്. അതായത് മക്കയിൽ നിന്ന് അവതരിച്ച ഖുർആനിലെ അധ്യായം. അപ്പോൾ ഈ പറയുന്ന അധ്യായത്തിൽ അവിടെ ചന്ദ്രനെ പുലർന്നു എന്ന് പറയുന്നത് മുഹമ്മദ് നബിൻ്റെ കാലത്താണെന്നും അതല്ല അത് ലോകാവസാന സമയത്ത് സംഭവിക്കാൻ പോകുന്ന ഒന്നാണെന്നും രണ്ടഭിപ്രായമാണ്. അതിൽ ഏറ്റവും കൂടുതൽ തഫ്സീറുകളിൽ എടുത്തെഴുതി കണ്ടത് ഈ പറയുന്ന ചന്ദ്രനെ പുലർത്തി മുഹമ്മദ് നബി എന്ന് പറയുന്നൊരു സംഗതിയാണ്. എന്നാൽ അതോടുകൂടി തന്നെ കൂടുതൽ വിവരണങ്ങൾ കോട്ട് ചെയ്യുന്ന തഫ്സീറുകളിൽ അതല്ല, ഖിയാമത്ത് നാളാണ് ഉദ്ദേശം എന്ന രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ അതായത് സംഭവിക്കാൻ പോകുന്നത് അതെങ്ങനെ ആ ഒരു പ്രയോഗത്തിൽ അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, അറബ് പ്രയോഗങ്ങളിൽ പലപ്പോഴും ഫ്യൂച്ചർ ഉദ്ദേശിച്ച് പാസ്റ്റ് എഴുതുന്നൊരു ശൈലിയുണ്ട്. അത് ഖുർആനിൽ തന്നെ അങ്ങനെ പലപ്പോഴും എഴുതിയിട്ടുണ്ട്. പാസ്റ്റ് ഉദ്ദേശിച്ച് ഫ്യൂച്ചറും ഫ്യൂച്ചർ ഉദ്ദേശിച്ച് പാസ്റ്റും ഒക്കെ എഴുതിയതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അനിശ്ചിതത്വത്തിലാണ് അവിടെ തന്നെ അത് കിടക്കുന്നത്. ഇനി അത് പോട്ടെ, അത് മാത്രമല്ല, ഹദീസുകളുണ്ട് മുഹമ്മദ് നബി ചന്ദ്രനെ പുലർത്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് തന്നെ ഇവരുടെ ഹദീസ് അവലംബ ക്രൈറ്റീരിയ പ്രകാരം ഭയങ്കര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏറ്റവും പ്രബലമായി മുമ്പിലുള്ളത് 3 ഹദീസുകളാണ്. നമ്മൾ മൊത്തത്തിൽ വെരിഫൈ ചെയ്താൽ 3 ആളുകളിൽ നിന്നുള്ള ഹദീസുകൾ ടോട്ടൽ 5 കിട്ടും. പക്ഷേ അതിൽ 2 ലൊഴൈഫാണ്. അപ്പോൾ ലൊഴൈഫ് ഇവർ പൊതുവെ എടുക്കാറില്ലല്ലോ. എന്നാൽ ഞാൻ ഉദ്ധരിക്കുന്ന സമയത്ത് ലൊഴൈഫുകൾ എടുക്കാറുണ്ട്. അത് വേറെ സംഗതി, അത് പറയാം, അതിനെക്കുറിച്ച് പറയാം. ഇനി ലൊഴൈഫ് എടുത്താലും സ്വഹീഹ് എടുത്താലും എല്ലാത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ആളുകളിൽ നിന്നുള്ള ലൈനുകളെല്ലാം സിംഗിളാണ്, കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പോൾ ഈ ലൊഴൈഫ് എന്നുള്ളത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഇതില്ല, സനദില്ല 2 ഇനി സ്വഹീഹായ 3 അവിടെയും ഒരു 3 തലമുറ വരെ ഒറ്റ സനതേ ഉള്ളൂ. 3ാമത്തെ തലമുറ മുതലത് സ്പ്രെഡാണ്. അങ്ങനത്തെ ഒരു പ്രശ്നം അതിൽ വേറെയും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ, അതായത് 3 തലമുറ വരെ ഇവർ ഈ പറഞ്ഞത് ഇബ്നു മസ്ഊദ് പറഞ്ഞതോ ഇബ്നു അബ്ബാസ് പറഞ്ഞതോ മാലിക് പറഞ്ഞതോ വേറെ ആർക്കും അറിയില്ല. ഇനി വേറൊരു വിഷയമുണ്ട്. ഈ പറയുന്ന ഇബ്നു അബ്ബാസും അതുപോലെ മാലിക് അതുപോലെ അലി ഇവരൊക്കെ പറയുന്നത് ഈ സംഭവം നേരിട്ട് കണ്ടു എന്നല്ല, മുഹമ്മദ് നബിയുടെ കാലത്ത് ചന്ദ്രനെ പുലർന്നിരുന്നു എന്ന രീതിയിലാണ്. ഇതിനെ നേരിട്ട് കണ്ട രീതിയിൽ പറയുന്ന ഒറ്റ ആളുള്ളൂ, ഇബ്നു മസ്ഊദ് മാത്രം. അപ്പോൾ ഈ പറയുന്ന മുഹമ്മദ് നബിയുടെ കാലത്ത് ചന്ദ്രൻ പുലർന്നിരുന്നു എന്ന് പറയുന്നത് ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അത് ആ കാലത്ത് ആരൊക്കെ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം.
എന്നാൽ ഒരു സ്ഥലത്ത് മാത്രം കണ്ടു എന്നുള്ള രീതിയിൽ ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട്. എന്നാൽ ഇബ്നു മസ്ഊദ് പറഞ്ഞതും, ഇബ്നു മസ്ഊദിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ഈ ശിഷ്യന്മാരിൽ ആകെ ഒരൊറ്റ ആൾ, അധികം പ്രമുഖനും പ്രബലനുമല്ലാത്ത ഒറ്റ ആളാണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. ഇത് കണ്ടു എന്ന് ഇബ്നു മസ്ഊദ് പറഞ്ഞായിട്ട്. അതും ആ ശിഷ്യൻ്റെ ഒരു ശിഷ്യൻ, അയാളുടെ ഒരു ശിഷ്യൻ, ഇത്ര ആൾക്കാർ മാത്രമേ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് 3 തലമുറ വരെ ഈ കണ്ടു എന്നുള്ളതും പ്രസിദ്ധമാകുന്നില്ല. ശരിക്കും ഇബ്നു മസ്ഊദ് പറഞ്ഞ റിപ്പോർട്ടിൽ കിട്ടുന്നത് അവിടെ കുറച്ചധികം പേരുണ്ട് എന്നാണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് മാത്രം കണ്ടു എന്നുള്ള റിപ്പോർട്ട് തന്നാൽ മതിയോ? കണ്ടു എന്നുള്ള രീതിയിലുള്ള സംഗതി, അതുപോലെ അവിടെ നടന്ന സംഗതികളായിട്ട് ഇബ്നു മസ്ഊദ് പറയുന്ന ആ ഒരു രീതിയിൽ ഒന്നിലധികം ആളുകൾ എന്തായാലും പറയണ്ടേ. എന്ത് മാത്രമല്ല, ഇതൊരു ചെറിയ സംഭവമാണ് ചന്ദ്രൻ പിളരുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സ്ഥലത്ത് ജീവിച്ചിരുന്ന ആളുകൾ എത്ര പേര് സാക്ഷി പറയണം? പിന്നെ ഈ പറയുന്ന മക്കാരായിട്ടുള്ള ആളുകൾ കാണുകയും അവർ നിഷേധിക്കുകയും ചെയ്തു എന്നാണ്. ഈ മക്കാരൊക്കെ പിന്നീട് മക്ക മുഹമ്മദ് നബി കീഴടക്കുമ്പോഴും അവിടെ അല്ലേ. എന്നിട്ട് ഈ മക്ക മുഹമ്മദ് നബി കീഴടക്കി മുഹമ്മദ് നബി അവിടെ ഭരിക്കുന്ന സമയത്ത് അവിടെ പിന്നെ ഇവരൊക്കെ മുസ്ലിങ്ങളാകും. ഒരുപാട് പേര് മുസ്ലിങ്ങളാകുന്നില്ല. അപ്പോൾ അവർ അതിനെക്കുറിച്ച് പറയേണ്ടതില്ലേ? ആ ഒരു തലമുറയിൽ, അതായത് മുത്തവാത്തിർ എന്ന് പറയും, ഹദീസുകളിലെ ഒരു ശാഖയുണ്ട്, ഒരു ഭാഗമുണ്ട് മുത്തവാത്തിർ. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ കളവ് അസംഭവ്യമാകുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് ആ സംഗതി ഉദ്ധരിച്ചു, ഇങ്ങനെ സംഗതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും കളവാവില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ. ആ രീതിയിലുള്ളൊരു റിപ്പോർട്ടിങ് ചന്ദ്രനെ പുലർത്തിയ കാര്യത്തിൽ കാണുന്നില്ല. അത് കാണണ്ടേ? കാരണം അത്രയധികം അസാധാരണമായൊരു സംഭവമാണ്. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ചന്ദ്രനെ പുലർത്തിയത് നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ അത് ഒരു ഭാവിയിലേക്ക് ചന്ദ്രൻ പിളരും എന്ന രീതിയിലൊരു സൂചനയാവാം എന്ന രീതിയിൽ പറയാവുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, അതായത് മുഹമ്മദ് നബിയുടെ കാലത്ത് പിളർന്നില്ല എന്ന് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഖുറാനിൽ ബാക്കി എവിടെയും മുഹമ്മദ് നബി ദൃഷ്ടാന്തം കാണിച്ചു എന്നൊരു സാധനം കാണിക്കുന്നത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ മദീന കാലഘട്ടത്തിൽ മറ്റു പ്രവാചകന്മാർ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടും നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന രീതിയിലുള്ള ആയത്തുകളൊക്കെ കാണാൻ പറ്റും മദീന കാലഘട്ടത്തിൽ മുഹമ്മദ് നബിൻ്റെ. എന്നാൽ അങ്ങനെയല്ലല്ലോ പറയണ്ടേ. നിങ്ങൾക്ക് മുമ്പിൽ മുഹമ്മദ് നബി തന്നെ കാണിച്ചു തന്നില്ലേ ചന്ദ്രനെ പുലർത്തിയിട്ട്, എന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചു എന്നല്ല ചോദിക്കണ്ടേ? അങ്ങനെ ചോദിക്കണില്ല. അപ്പോൾ ഖുർആൻ വെച്ചിട്ട് തന്നെ നമുക്കത് പറയാൻ പറ്റും. പിന്നെ ഹദീസുകൾ ഞാൻ പറഞ്ഞു സസ്പീഷ്യസ് ആണ്. ഈ രീതിയിലുള്ള പ്രശ്നം ഇവിടെ ഉണ്ട്. ബോട്ടിൽ നെക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈ ഹദീസുകൾ സനത് കിടക്കുന്നത്. അത് പോരാ, മുതവാത്തറായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടണ്ടേ. എന്ന് മാത്രമല്ല, ലോകത്താകമാനം ഇത് കാണണ്ടേ. ചന്ദ്രനാണ് പിളർത്തുക എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഒരു സമയത്ത് എത്ര സ്ഥലത്ത് വിസിബിളാവും, എന്നിട്ട് അവിടെ മറ്റാരും ഇത് കാണില്ലല്ലോ. ഈ ചരിത്ര സംഭവങ്ങളും ചരിത്ര വ്യക്തിത്വങ്ങളും ഒക്കെ മുഹമ്മദ് നബിൻ്റെ മുമ്പുള്ള ആൾക്കാരെ മുതൽ തന്നെ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ലേ. എത്രയോ അധികം കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ട് മുഹമ്മദ് നബിക്ക് ആ കാലഘട്ടത്തിൽ കൃത്യമായ റെക്കോർഡില്ല എന്നുള്ളത് വേറെ വിഷയമാണ്. എന്നിരിക്കെ ഈ ചന്ദ്രനെ പുലർത്തിയ സംഭവത്തിൽ ആധികാരികമായി എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുള്ളതാണ്. അത് പറയണമെങ്കിൽ ദുർബലമായ കുറേ സാധനങ്ങളെ കൂട്ടുപിടിക്കുകയും കുറേ കള്ളക്കഥകളെ കൂട്ടുപിടിക്കുകയും മാത്രമാണ് രക്ഷ. ഏതായാലും ഞാൻ ഈ സംഭവങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിൽ ഓർത്ത ഈ സംഭവങ്ങളൊന്ന് പറഞ്ഞു വെച്ചതാണ്. തീർച്ചയായിട്ടും ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നൊരു സംഭവമാണ്. എന്തായാലും വിമർശനങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ പറഞ്ഞതിലുള്ള പോരായ്മകളും വൈരുദ്ധ്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് കമൻസിൽ പറയും. എല്ലാം പരിഗണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം.